കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ശ്രീമദ് ഭാഗവതം ഏകാദശസ്കന്ധം അധ്യായം 11. നമ്മൾ ശ്ലോകം 10 ചെയ്തു. അപ്പം ഞാൻ അതിനു മുമ്പേ വേറൊരു കാര്യം കൂടി ഒന്ന് ക്ലിയറാക്കാൻ പറ്റുമോ നോക്കാം. നമുക്ക് തന്നെ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ പറ്റുമോ നോക്കാം. അതായത് ഈ 3 അവസ്ഥകളാണുള്ളത്: ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഈ 3 അവസ്ഥകളിൽ മാത്രമേ നമുക്ക് ജീവൻ, ഈശ്വരൻ, ഈ ജഗത്ത് എന്നുള്ള ഈ 3 കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതായത് ഈ 3 ജാഗ്രത അവസ്ഥയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഉള്ള ഈ 3 അവസ്ഥകളുടെ ഉള്ളിൽ മാത്രമേ ഈ മായ കാരണം ഈ 3 വ്യത്യാസമായിട്ടുള്ളത്: ഈശ്വരൻ, ജീവൻ, ഈ ലോകം, ജഗത്ത്, പ്രപഞ്ചം. അങ്ങനെ 3 എണ്ണം, ഈശ്വരനും ജീവനും ജഗത്തും, അങ്ങനെ 3 എണ്ണം ശരിക്ക് പറയാച്ചാൽ അജ്ഞാനത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ജ്ഞാനം ഉദിച്ചാൽ ഒന്നേ ഉള്ളൂ, ആകെ ഒന്നേ ഉള്ളൂ, അദ്വൈത ശക്തി. ഈ അജ്ഞാനമുള്ള സമയത്താണ് ഈ 3 അവസ്ഥകളിലും ഈ അജ്ഞാനത്തിൻ്റെ ഒരു 3 പേരാണെന്ന് തന്നെ പറയാമെന്ന്. ഈശ്വരനും ജീവനും ജഗത്തും. അതായത് ഇനി നമുക്ക് ആ 3 അവസ്ഥകളെ നോക്കാം കേട്ടോ. ഈ 3 അവസ്ഥയിലും, ജാഗ്രതയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും, ഈശ്വരൻ ഒരുപോലെയാണ്. നമ്മൾ ഈശ്വരൻ എന്ന് പറയണത്, അതായത് ആത്മാവ് എന്ന് പറയണത്, നമ്മൾ ജാഗ്രത ആയിട്ടിരിക്കുമ്പോഴും ആത്മാവ് നമ്മൾ ഈ ദേഹം ചെയ്യണതിനൊക്കെ നോക്കണേ ഉള്ളൂ. അതേപോലെ തന്നെ സ്വപ്നത്തിലും ഈ ആത്മാവ് സ്വപ്നം കാണുന്ന നമ്മളെ നോക്കുകയാണ്. എപ്പോഴും സച്ചിദാനന്ദ സ്വരൂപനാണ് ഈ ആത്മാവ്, അല്ലെങ്കിൽ ഈശ്വരൻ എന്നും പറയാം. നമുക്ക് ഈശ്വരൻ എന്ന് പറയാം, പല ദിക്കിലും ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈശ്വരനും അല്ലേ നമുക്ക് ആ വ്യത്യാസം. ഈശ്വരനും ജീവനും ജഗത്തും അല്ലേ. എന്താ വ്യത്യാസം വെച്ചാൽ, ഈശ്വരൻ ജാഗ്രതയിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും സച്ചിദാനന്ദ സ്വരൂപനായിട്ട് വെറും സാക്ഷി മാത്രമാണ്. അപ്പോൾ നോക്കൂ, ജാഗ്രതയിൽ നമുക്കത് മനസ്സിലാക്കാൻ വിഷമമാണ്. ജാഗ്രതയിൽ നമ്മളെ ഈ ദേഹം ജീവാത്മാവ് ചെയ്യുന്നതിൻ്റെയൊക്കെ സാക്ഷിയായിട്ട് നിൽക്കുകയാണ്. ആത്മാവിനെ ഒന്നും ബാധിക്കുന്നില്ല. അതുപോട്ടെ, സ്വപ്നത്തിൽ നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മൾ പേടിക്കണമൊക്കെ ഉണ്ടല്ലോ, ശരിക്കുണ്ടാ തോന്നുന്നില്ലേ, അത് ജീവാത്മാവിനാണ്. പക്ഷേ ആ സ്വപ്നം കാണുന്നതിനെ കാണുന്നുണ്ട് ആര്? ഈ ആത്മാവ്, ഈശ്വരൻ. സ്വപ്നം കാണുന്ന ആളെ കാണുന്നുണ്ട്. അപ്പോൾ സ്വപ്നത്തിനും സച്ചിദാനന്ദ സ്വരൂപനാണ്, ഒന്നും ബാധിക്കണില്ല. നമുക്കാണ്, ഈ ജീവാത്മാവിനാണ്, ദേഹാഭിമാനമുള്ള ജീവാത്മാവിനാണ് അയ്യോ സ്വപ്നം കാണുമ്പോൾ പേടിയാവണത്. ഉണർന്നില്ല, ആ സ്വപ്നത്തിൽ ഞാൻ അനുഭവിക്കണ്ടല്ലോ, അത് ഈ ജീവാത്മാവാണ്. പക്ഷെ ആ സ്വപ്നം കാണുന്ന ജീവാത്മാവിനെ നോക്കിക്കാണുന്നതാണ് ഈശ്വരൻ. ജാഗ്രതയിലും അതെ, ഈ ശരീരം ചെയ്യുന്ന എല്ലാ ധർമ്മങ്ങളെയും നോക്കിക്കാണുന്നു. സ്വപ്നത്തിലാണെങ്കിലോ സ്വപ്നം കാണുന്ന ജീവാത്മാവിനെ നോക്കിക്കാണുന്നു. ഈ സുഷുപ്തിയിലാണെങ്കിലോ, സുഷുപ്തിയിലും ഈശ്വരൻ വെറും സാക്ഷിയാണ്. അതായത് ഈ ജഗത്ത്, അതായത് പ്രപഞ്ചം സത്യമല്ല, ജഡാണ്, ദുഃഖസ്വരൂപിയാണ്. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ നമുക്കിങ്ങനെ നോക്കാം. അപ്പോൾ നോക്കൂ, ഏറ്റവും ഇടത്ത് ഭാഗത്ത് ഈശ്വരൻ വിചാരിക്കുക. ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. ഇത് അജ്ഞാനത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒന്നുമില്ല, ബ്രഹ്മം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അജ്ഞാനത്തിൽ ഈശ്വരൻ ഉണ്ട്, പിന്നെ ജീവനുണ്ട്, പിന്നെ ജഗത്തുണ്ട്. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഈ ജഗത്ത് സത്യമല്ല, ജഡ ദുഃഖസ്വരൂപിയാണ് ജഗത്ത്. അപ്പോൾ ഈ നടുക്കാണല്ലോ ജീവൻ നിൽക്കണേ. ഇടത്ത് ഭാഗത്ത് ഈശ്വരൻ, അതായത് ഒന്നിനാലും ഒരു തരത്തിലുള്ള ബാധമേൽക്കാത്ത മുക്തനായിട്ടുള്ള ഈശ്വരൻ, പിന്നെ ജീവൻ, പിന്നെ ജഗത്ത് പറഞ്ഞാൽ ദുഃഖസ്വരൂപി. അപ്പോൾ ഈ ജീവനാണ് മധ്യത്തിൽ, നടുക്ക്. ഈശ്വരൻ്റെ അടുത്തേക്ക് നീങ്ങുമ്പോൾ ജീവനും ഈശ്വരനെ പോലെയാവും. പ്രപഞ്ചത്തിനോട് അടുത്തേക്ക് ചേരുമ്പോൾ പ്രപഞ്ചത്തിനെ പോലെ തന്നെ ജഡാവും ദുഃഖാവും. അതാണ് നടുക്കാണ് നിൽക്കണത്. അതായത് ജീവൻ ഈശ്വരൻ്റെയും
ഇതിൽ അജ്ഞാനത്തിൽ കേട്ടോ, അതായത് ഈ വ്യവഹാരത്തിൽ ഈശ്വരൻ ഒരു അറ്റത്ത്, പ്രപഞ്ചം മറ്റേ അറ്റത്ത്, നടുക്ക് ജീവൻ. അപ്പം ജീവൻ ഈ ലോകത്തിനോട് ചേരുമ്പോൾ, അല്ലെങ്കിൽ ഈ അനൃത ജഡസ്വരൂപിയായിട്ടുള്ള ലോകത്തിനോട് ജീവൻ ചേരുമ്പോൾ ജീവനും അനൃത ജഡ ദുഃഖ സ്വരൂപിയാവും. അതേസമയം ഇടത്തോട്ട് മാറിയിട്ട് ജീവൻ ഈശ്വരനോട് അടുക്കുമ്പോൾ എന്താവും? ഈശ്വരനെ പോലെ സച്ചിദാനന്ദ സ്വരൂപനാവും. അപ്പോൾ ജീവൻ അങ്ങനെയാണ്, ജീവൻ നടുക്കണം. ഈ ദേഹാഭിമാനം കൊണ്ട് ഈ ലോകത്തിലേക്ക് നീങ്ങുമ്പോൾ എന്തായി? ഈ ദേഹം അനുഭവിക്കണതൊക്കെ അനുഭവിക്കണം. പക്ഷേ പതുക്കെ ജ്ഞാനം വന്ന് ഈശ്വരനോട് നീങ്ങുമ്പോൾ എന്താ? ഈശ്വരനെ പോലെ വെറും സാക്ഷി മാത്രമായിട്ട് നിൽക്കും ശരീരം ഉള്ളപ്പോഴും. അതാണ് ഒന്ന്. പിന്നെ ജീവൻ കർത്താവാണ്, ഭോക്താവാണ്. കാരണം ദേഹാഭിമാനമുണ്ട്. അപ്പം ഞാൻ ചെയ്യണു, ഞാൻ അനുഭവിക്കണു വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഈശ്വരനോ വെറും സാക്ഷിയാണ്. ഈ ജീവാത്മാവ് ചെയ്യണത് കാണണേ ഉള്ളൂ. ഈ ജഗത്ത് പിന്നെ എന്താ? ജഗത്താണ്, ഈ പ്രപഞ്ചമാണ് ജീവൻ്റെ കർമ്മവും ഭോജ്യവും. അത് പറയുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും, അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ജീവൻ്റെ മായാഭ്രമം കൊണ്ടുണ്ടാവുന്ന തെറ്റായ സങ്കല്പങ്ങളാണ് ഈ ഈശ്വരനിൽ വിളങ്ങുന്ന ജഗത്ത്. അതായത് നമ്മൾ ഈ ജീവൻ്റെ മായയാൽ മോഹിക്കപ്പെട്ട ജീവൻ ഈ ഈശ്വരനിൽ അധ്യാസം ചെയ്യാണ്. അതാണ് ഈശ്വര ചൈതന്യത്തിൽ പല നാമരൂപങ്ങളായിട്ട് വിളങ്ങുന്നതാണ് എന്താ? ജഗത്ത്. ഏതുപോലെ? വെള്ളത്തിലെ കുമിള പോലെ. അതായത് ജീവന് എപ്പോഴാണ് ഈ മോഹിതനാവുമ്പോഴാണ് ജീവൻ്റെ മനസ്സിൽ മിഥ്യയായിട്ടുള്ള സങ്കല്പങ്ങളുണ്ടാവും. ആ സങ്കല്പങ്ങൾ ഈശ്വര ചൈതന്യത്തിനെയാണ് മറയ്ക്കും. എന്നിട്ട് നമ്മൾ ആത്മാവാണെന്ന് അങ്ങോട്ട് മറയ്ക്കും. അത് ഈ മിഥ്യാസങ്കല്പങ്ങൾ, മായാമോഹിതമായിട്ടുള്ള ജീവൻ്റെ മനസ്സിലത്തെ മിഥ്യാസങ്കല്പങ്ങൾ അതാണ് ആവരണം ചെയ്തിട്ട് ഇതാണ് ശരിയെന്ന് തോന്നുകയാണ്. ഏത് പറയാച്ചാൽ വെള്ളത്തിലെ കുമിള പോലെ ആണ് ശരിക്കും. ആ കുമിള വെള്ളം തന്നെയല്ലേ, പക്ഷെ ഒരു കുമിളയായിട്ട് തോന്നുന്നുണ്ട്. കുറച്ച് നേരം ഒരു പൊള്ളായിട്ട് നിന്നിട്ട് ബബിളായി നിന്ന് അത് ഉടയും. അതുപോലെയുള്ളൂ ജഗത്ത് എന്നാണ്. ആ ഈശ്വരനിൽ ഉണ്ടാവുന്ന ഒരു നാമരൂപങ്ങളാണെന്ന് പറയുകയാണ്. കുമിള പോലെ അസത്യമാണെന്ന്. ജഗത്ത് എന്ന് പറഞ്ഞാൽ, അതായത് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഒരു പ്രതിഭാസം, അത്രയേ ഉള്ളൂ, സത്യമല്ല. അതുകൊണ്ടാണത്രേ ജഗത്തിനെ പ്രാതിഭാസിക സത്യം എന്ന് പറയും. ജീവൻ വ്യാവഹാരിക സത്യം. വ്യവഹാരത്തിൽ മാത്രമേ ഉള്ളൂ. ശരിക്കും ഈ അവസ്ഥാത്രയത്തിന് അതീതമായി പോയാൽ ഈശ്വരനും ജീവനും ജഗത്തും ഒന്നുമില്ല. ഈ മൂന്നവസ്ഥകളിലെ ഇതൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് വ്യാവഹാരിക സത്യമാണ് ആര്? ജീവൻ. മറ്റ് പ്രാതിഭാസിക സത്യം ജഗത്ത് വെറും പ്രതിഭാസം. പ്രാതിഭാസിക സത്യമാണ് ജീവൻ, വ്യാവഹാരിക സത്യമാണ് ഈശ്വരൻ, പരമാർത്ഥ സത്യമാണ്. പാരമാർത്ഥികം എന്ന് പറയും. പ്രാതിഭാസികം, പിന്നെയോ വ്യാവഹാരികം, പാരമാർത്ഥികം. അതായത് നമുക്ക് ശരിക്കും പറയാച്ചാൽ അജ്ഞാനം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അറിയോ? ഈശ്വരനും ഞാനും വേറെ രണ്ടാളുണ്ടെന്ന് തോന്നണത് തന്നെ അജ്ഞാനാണ്. ആ അജ്ഞാനാവസ്ഥയിൽ ശരിക്കും നമുക്കുണ്ട്, രണ്ടാളും ഒരുപോലെ ഉണ്ട്. സാക്ഷി മാത്രമായിട്ടുള്ള ആ ആത്മാവും ഉണ്ട്, ദേഹാഭിമാനിയായിട്ടുള്ള ജീവനും ഉണ്ട്. അപ്പോൾ ഒരേ സമയത്ത് വർത്തിക്കുന്നുണ്ട്. പക്ഷേ അജ്ഞാനം കൊണ്ടാണ് അത് തോന്നണത് ഞാൻ ആത്മാവല്ല, ഈ ദേഹമാണെന്ന്. അപ്പോൾ രണ്ടായിട്ട് തോന്നുകയാണ് ശരിക്കും തന്നെ. അപ്പോൾ ഈശ്വരനും ജീവനും ആകുന്ന രണ്ട് വ്യക്തിത്വം തന്നെയാണ് അജ്ഞാനം എന്ന് പറഞ്ഞാൽ. അജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഈശ്വരനിൽ നിന്ന് വേറെയാണെന്ന് തോന്നണത് തന്നെ അജ്ഞാനം. അങ്ങനെ തോന്നുമ്പോൾ ആ അജ്ഞാനാവസ്ഥയിൽ ജീവനും ഈശ്വരനും ഒരേപോലെ വർത്തിക്കുന്നുണ്ട്. അതാണല്ലോ ഉദ്ധവൻ ചോദിച്ചത് അല്ലേ, എങ്ങനെ വർത്തിക്കണമെന്ന്. അജ്ഞാനം കൊണ്ടാണ്. ശരിക്കും ഈ മൂന്നവസ്ഥയിൽ മാത്രമേ ഉള്ളൂ ഈ മൂന്നും. ഏതാ? ഈശ്വരൻ, ജീവൻ, ജഗത്ത്.
ഈ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഉറങ്ങുകയാണെന്ന് വെച്ചാലും അജ്ഞാനമുണ്ടേ, അപ്പോൾ ആത്മാവാന്നുള്ള വിചാരമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഉണർന്ന് നീട്ടാൽ ഞാൻ ദേഹാഭിമാനത്തോടുകൂടി നീക്കണതേ. അല്ലെങ്കിൽ ഞാൻ സുഖമായി ഉറങ്ങിയെന്ന് പറയണത് അതുകൊണ്ടാണ്. ഒന്നും അറിഞ്ഞില്ല എന്ന് പറയണതാണ് ശരിക്കും ആത്മാവ്. അതാണ് ഇതിൽ. അത് പറഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. അതായത് ഒന്നും കൂടി ഞാൻ വായിച്ചു. എന്താ അറിയോ, ഈശ്വരത്വം എന്താ അറിയോ, ഈ പിന്നെ ജീവത്വം പൂർണ്ണമായിട്ട് വികസിച്ചൊരവസ്ഥയാണ് അത്ര ഈശ്വരത്വം. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ജാഗ്രതയിൽ അത് നമുക്ക് ഫീൽ ചെയ്യാൻ വിഷമാണ്. സുഷുപ്തിയിലാണെങ്കിലോ ആ ജീവത്വം കുറഞ്ഞിട്ട് ഈശ്വരത്വമാണ് കൂടുതൽ. അപ്പോൾ ജാഗ്രതയിൽ ഈശ്വരത്വം കുറച്ചേ ഉള്ളൂ. നമ്മുടെ ജീവാത്മാവിൻ്റെ ശക്തിയാണ് അധികം ജാഗ്രതയിൽ സാക്ഷി മാത്രമായിട്ട് നിൽക്കുന്നുണ്ട്, നമുക്കത് തോന്നില്ല. എന്താ കാരണം വെച്ചാൽ ആ ജീവാത്മാവിൻ്റെ ശക്തിയാണ് പ്രിഡോമിനൻ്റ് ഏതിൽ, ജാഗ്രതയിൽ. പിന്നെയോ സുഷുപ്തിയിൽ അങ്ങനെയല്ല. അതുകൊണ്ടാണ് സുഷുപ്തി എന്ത് സുഖമായി നമുക്ക് തോന്നണതേ. സുഷുപ്തിയിൽ ഈ ജീവാത്മാവിൻ്റെ ബലം കുറഞ്ഞിട്ട് ഈശ്വരത്വമാണുള്ളത്. ഒന്ന് മാത്രമേ ഉള്ളൂ, അജ്ഞാനം ഉണ്ടെന്ന് മാത്രം. ഈശ്വരം അപ്പം നമുക്ക് പക്ഷെ ഇത് മനസ്സിലാവും, എന്താ സുഖമായി ഉറങ്ങി ഞാൻ, അപ്പം ആ സുഖം മനസ്സിലായി. അതാണ് സുഷുപ്തിയിൽ ശരിക്കും പറയാച്ചാൽ നമ്മുടെ എല്ലാം അടങ്ങൂലോ. അപ്പോൾ ആ ജീവാത്മാവിൻ്റെ ബലം വളരെ കുറവാണ്. അതാണ്. എന്നാൽ സ്വപ്നാവസ്ഥയിൽ വളരെ എളുപ്പമാണ്. എന്താ വെച്ചാൽ പിന്നെ ഈ ഈശ്വരത്വം അത് പിന്നെ തുല്യമാണ്. അത് വളരെ രസമായിട്ട് തോന്നി എനിക്കത് കേട്ടോ. അതായത് ജാഗ്രതയിൽ നമ്മളെ ജീവാത്മാവിനാണ് കൂടുതൽ ശക്തി. അപ്പോൾ നമുക്ക് ജാഗ്രതയിൽ നമ്മളെ ആത്മാവോടെ ഉണ്ടെന്ന് തോന്നാൻ തന്നെ വിഷമമാണ്. സുഷുപ്തിയിലും അതെ. എന്താ വെച്ചാൽ ജീവാത്മാവ് ഓൾമോസ്റ്റ് ഇല്ല, മുഴുവൻ പിന്നെ ഈശ്വരനേ ഉള്ളൂ. കാരണം ഉറങ്ങിയും ഒന്നുമില്ല, നമ്മൾ മുഴുവൻ ലയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലും നമുക്ക് ശരിക്കും അറിയാൻ വിഷമം. അതുകൊണ്ടാണ് ആ സ്വപ്നമാണ് നമുക്ക് ശരിക്കും ഒരു ഉദാഹരണമായിട്ട് നമുക്ക് നല്ലോണം മനസ്സിലാവുക. എന്താ കാരണം വെച്ചാൽ സ്വപ്നത്തിൽ ഈശ്വരത്വവും ജീവത്വവും ഒരുപോലെ പകുതിയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഉണർന്നു കഴിഞ്ഞാൽ അത് വെറും സ്വപ്നമായിരുന്നല്ലോ എന്ന് തോന്നാൻ കാരണം അതാണ്. അപ്പം നമുക്ക് ആ ഒരു ഉദാഹരണം കൊണ്ട് പറയുമ്പോൾ നമുക്ക് അധികം മനസ്സിലാവും അല്ലേ. എന്താ പറയുക, ഉറങ്ങുമ്പോൾ നമുക്ക് ശരിയാ തോന്നി നമ്മുടെ അനുഭവങ്ങൾ. പക്ഷെ ഉണർന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി അയ്യോ അത് വെറും സ്വപ്നമായിരുന്നു, ഭാഗ്യം. പ്രത്യേകിച്ച് ചീത്ത അനുഭവമാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഐ എം ഗ്ലാഡ്, എന്താ അത് വെറും സ്വപ്നമായിരുന്നല്ലോ എന്ന് വിചാരിക്കും. അതേപോലെയാണത്രേ അജ്ഞാനിക്ക് ജ്ഞാനം കിട്ടുമ്പോൾ, ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ ആ ജ്ഞാനി വിചാരിക്കത്രേ ഇത് വെറും സ്വപ്നമായിരുന്നു, ഇതൊന്നും യഥാർത്ഥമല്ല, ഈ ലോകം ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന് വിചാരിച്ചതും ഞാൻ കണ്ടതും ഒക്കെ വെറും സ്വപ്നം പോലെയായിരുന്നു എന്ന് ഞാൻ ഉദിക്കുമ്പോൾ തോന്നും. അപ്പം അതൊരു ഉദാഹരണമായിട്ട് ശരിക്കും പറയാച്ചാൽ സ്വപ്നത്തിനേ പറ്റുള്ളൂ. മറ്റേ രണ്ടും നമുക്ക് അത്ര ക്ലിയർ അല്ല. ജാഗ്രതയിലും ഇതന്നെയാണ്, പക്ഷെ ജാഗ്രതയിൽ ജീവത്വത്തിന് ബലമുണ്ട് അധികം. അപ്പോൾ ഈശ്വരത്വം കുറഞ്ഞിട്ടാണ് ജീവത്വം വികസിച്ച് നിൽക്കുകയാണ്, ജീവാത്മാവിനാണ് വികാസം. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ വിഷമം. സുഷുപ്തിയിൽ നേരെ തിരിച്ചു വേണം, ജീവാത്മാവ് ഇല്ല, കാരണം കംപ്ലീറ്റ്ലി മനസ്സടക്കം അലിഞ്ഞു, മുഴുവൻ ഈശ്വരൻ. അപ്പോൾ നമുക്കിത് ആ ഒരു കമ്പാരിസൺ മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ സ്വപ്നത്തിൽ രണ്ടും പകുതിയാണ്, ഈശ്വരൻ്റെ ശക്തിയും ജീവാത്മാവിൻ്റെ ശക്തിയും. അതുകൊണ്ടാണ് നമുക്ക് ഉണർന്നു കഴിഞ്ഞാൽ ഉറക്കായി വെറും സ്വപ്നമായിരുന്നു എന്ന് തോന്നണതും. അതേപോലെ അതിനെ നമുക്ക് ഉദാഹരിക്കാൻ, അതായത് ഒരു എക്സാമ്പിളായിട്ട് പറയാനും പറ്റും. എന്താ അറിയോ, ഒരു ജ്ഞാനിക്ക് ജ്ഞാനം ഉദിച്ചാലാണ് ഈ പിന്നെ ഇത് യാഥാർത്ഥ്യമായിരുന്നില്ല ഈ ലോകം എന്ന് മനസ്സിലാവണത്. അത്രയും കൂടെ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഇനി, അതായത് നമ്മൾ ജാഗ്രതയിൽ ഉണർന്നു കഴിയുമ്പോൾ നമുക്ക് സ്വപ്നം മിഥ്യാന്ന് വേഗം ബോധ്യവും ഇല്ലേ. സ്വപ്നം കാണുമ്പോൾ നമുക്ക് ശരിയാന്ന് തോന്നിയാലും ഉണർന്നാൽ, അപ്പോൾ അതിൻ്റെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, സ്വപ്നം കാണുന്ന ഞാനും സ്വപ്നത്തെ കാണുന്ന ഞാനും രണ്ടും ഞാനുണ്ട്. അവിടെ രണ്ട് ഞാൻ ഉണ്ടാവാൻ വഴിയുണ്ടോ? സ്വപ്നം കാണുന്ന ഞാനും ഉണ്ട്, സ്വപ്നത്തെ കാണുന്ന ഞാനും ഉണ്ട് അല്ലേ. അതുകൊണ്ടാണല്ലോ സ്വപ്നമായിരുന്നു എന്ന് തോന്നണത്. എന്താണ്, ഒരേ സമയത്ത് രണ്ടും ഉണ്ടെന്ന് നമുക്ക് തന്നെ അനുഭവമാവും. സ്വപ്നം കാണണം ഞാനുണ്ട്, നമുക്ക് കുറച്ചു നേരം ശരിക്കും പേടിയായില്ലേ, ഒരു ആന കുത്താൻ വരുന്നുണ്ട് പറഞ്ഞിട്ട്
ഉണർന്നപ്പോഴോ ആ സ്വപ്നത്തെ കാണുന്ന ഞാൻ പറയണം അല്ലല്ലോ എന്ന്. അപ്പോൾ അതാണ് ശരിക്കും, അത് വളരെ എനിക്കിഷ്ടമായി. സ്വപ്നം കാണുന്ന ഞാനും സ്വപ്നത്തെ കാണുന്ന ഞാനും ഉണ്ട്. അപ്പോൾ സ്വപ്നം കണ്ട് അതെനിക്ക് ശരിക്കും അനുഭവിക്കുന്നു. അയ്യോ എനിക്ക് പേടിയാവുന്നു എന്ന് വിചാരിക്കുന്നത് ജീവാത്മാവാണ്. ആ സ്വപ്നത്തെ കാണുന്നത് ഈശ്വരനാണ്. പിന്നെ സ്വപ്നത്തിലുള്ള ഇപ്പോൾ ഒരു ആനയോ പിന്നെ പുലിയോ എന്തെങ്കിലും ആണെന്ന് വെച്ചാൽ അതാണ് ശരിക്കും പ്രപഞ്ചേ. അതാണ് ഇതൊന്ന്. അത് പറഞ്ഞിട്ട് നമുക്കിനി ഇത് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് അത് പറഞ്ഞത്. അത് ഞാൻ 2-3 ദിക്കിൽ വായിച്ചു ഇങ്ങനത്തെ കുറച്ച്, അതിൻ്റെ ഒരു രത്ന ചുരുക്കമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് 11ഉം 12ഉം കുറച്ച് സമയത്ത് പോയിട്ടുണ്ടാവും കേട്ടോ, സാരില്ല. 11ഉം 12ഉം ചെയ്യാം. ഏവം വിരക്ത ശയന ആസനാടന മജ്ജനേ ദർശന സ്പർശന ഘ്രാണ ഭോജനശ്രവണാദിഷു ന തഥാ ബധ്യതേ വിദ്വാംസ്തത്ര തത്രാദയൻ ഗുണാൻ പ്രകൃതിസ്ഥോപ്യസംസക്തോ യഥാ ഖം സവിതാനിലഃ. എന്താണ് ഈ 11ലും 12ലും പറയണം നോക്കാട്ടോ. ഏവം വിദ്വാൻ വിരക്തഃ, ഏവം വിദ്വാൻ ഇപ്രകാരം, വിദ്വാൻ വെച്ചാൽ ഇവിടെ ജ്ഞാനി, ജ്ഞാനം കഴിച്ച ആൾ. വിരക്തഃ അതായത് ഇങ്ങനത്തെ കർമ്മമാണ് എന്നെ ബദ്ധനാക്കണമെന്ന് അറിഞ്ഞിട്ട് വൈരാഗ്യം, അതാണ് വിരക്തനായിട്ടുള്ള ജ്ഞാനി. വിരക്തനായിട്ടുള്ള ജ്ഞാനി എന്താണ് ചെയ്യണേ? ശയനാദിഷു അതായത് ശയനേ ആസനാനേ മജ്ജനെ ദർശന സ്പർശന ഘ്രാണ ഭോജന ശ്രവണാദിഷു എന്താ പറയണേ? ഈ ജ്ഞാനി ഉണ്ടല്ലോ, വൈരാഗ്യം വന്ന, അതായത് ആത്മസ്വരൂപം ആത്മസാക്ഷാത്കാരം കിട്ടിയിട്ടുള്ള വൈരാഗ്യത്തോടു കൂടിയിട്ടുള്ള ജ്ഞാനി എങ്ങനെയാണ്? കിടക്കുക, ഇരിക്കുക, നടക്കുക, കുളിക്കുക, കാണുക, തൊടുക, വാസനിക്കുക, ഊണ് കഴിക്കുക, കേൾക്കുക, ഇങ്ങനെയുള്ള തത്ര എല്ലാ വിഷയങ്ങളിലും ഗുണാൻ ഇന്ദ്രിയങ്ങളെ ആദയൻ അനുഭവിപ്പിച്ചുകൊണ്ട് പ്രകൃതിസ്ഥ അഭി, ഈ ശരീരത്തിൽ തന്നെ ഇരുന്നാലും ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട്, അതായത് വിരക്തനായിട്ടുള്ള ജ്ഞാനി ബാക്കി എല്ലാവരും ചെയ്യണ പോലെ ശരീരം ചെയ്യുന്ന എല്ലാം അനുഭവിച്ചുകൊണ്ട് ശരീരത്തിൽ കൊണ്ട് ഖം ഏതുപോലെ ആകാശം പോലെ, സവിത അല്ലെങ്കിൽ സൂര്യനെ പോലെ, അനിലഹ കാറ്റിനെ പോലെ, തഥാ യഥാ തഥാ അവരെ പോലെ, അതായത് ഈ എന്താണ് ആകാശത്തിനെയും എന്താ പറയുക സൂര്യനെയും കാറ്റിനെയും പോലെ അസംസക്ത ആരായിട്ടും ചേർച്ചയില്ലാതെ ബദ്ധനാവണില്ല, ആരായിട്ടും സംഘമില്ല, അങ്ങനെ എപ്പോഴും മുക്തനായി തന്നെ ഇരിക്കുന്നു ഒരിക്കൽ ജീവൻ മുക്തനായ ആൾ. അപ്പോൾ എന്താ പല്ല് പറഞ്ഞു വെച്ചാൽ, നല്ല വിരക്തി വന്നൊരു ജ്ഞാനി കിടക്കുക, ഇരിക്കുക, നടക്കുക, കുളിക്കുക, കാണുക, തൊടുക, വാസനിക്കുക, ഉണ്ണുക, കേൾക്കുക, എന്ത് കർമ്മങ്ങൾ ഒക്കെയാണ് ഇന്ദ്രിയങ്ങളെ അങ്ങനത്തെ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വെറും സാക്ഷിയായിട്ട് ഇതൊക്കെ ചെയ്യണ ശരീരത്തിനും അനുഭവിക്കുന്ന ശരീരത്തിനും സാക്ഷിയായിട്ടാണ് നിൽക്കുന്നത്. ആര്? ജ്ഞാനി, ആത്മസാക്ഷാത്കാരം ലഭിച്ച ആൾ. അതായത് ഒരു നമ്മളെപ്പോലെ ദേഹാഭിമാനമുള്ള ഒരാളെ പോലെ ഇതൊന്നുമായിട്ട് ബന്ധിക്കപ്പെടണേ ഇല്ല. അതേതുപോലെ വെച്ചാൽ ആകാശം എല്ലാ ദിക്കിലും ഉണ്ടെങ്കിലും ആകാശത്തിനെ ഒന്നും ബാധിക്കണില്ല. ഇപ്പം മേഘമൊക്കെ ഉണ്ടെങ്ങനെ, മേഘം മൂവ് ചെയ്താൽ ആകാശം അവിടെ തന്നെയല്ലേ. വലിയ മേഘം, ചെറിയ മേഘം, കറുത്ത മേഘം, മൂവ് ചെയ്യണ മേഘം, ആകാശത്തിന് വ്യത്യാസമൊന്നുമില്ല. എല്ലാറ്റിൻ്റെ ഉള്ളിലും പുറത്തും ആകാശമുണ്ട്. പക്ഷേ ഒന്നും ആയിട്ടും ആകാശത്തിന് ബന്ധമില്ല, അല്ലെങ്കിൽ ആകാശത്തിനെ ഒന്നും ബാധിക്കണില്ല. അതേപോലെ തന്നെ സൂര്യൻ അല്ലേ, സൂര്യൻ പല ജലങ്ങളിൽ പ്രതിബിംബിക്കുന്നുണ്ടാവും. ആ പ്രതിബിംബത്തിന് ഇളക്കോ അല്ലെങ്കിൽ ചെറുതോ വലുതോ ഒക്കെ ആവും. പക്ഷെ ആ ഒറിജിനൽ സൂര്യൻ അതുപോലെ നിൽക്കും, ഒന്നും ബാധിക്കണില്ലല്ലോ. അതേപോലെ തന്നെ എന്താണ്
പിന്നെന്താ കാറ്റും അതെ അല്ലേ. കാറ്റിങ്ങനെ ഏത് ഭാഗത്തു കൂടെ പോകണമെച്ചാൽ അതുകൂടെ പോവും. നാറ്റത്തു കൂടെ പോയാൽ കുറച്ചു നേരം നാറ്റം ഉണ്ടാവും, പിന്നെ അതൊക്കെ പോയി. വാസനയുള്ള പുഷ്പങ്ങളുടെ മീതെ പോകണമെച്ചാൽ വാസന ഉണ്ടാവും കുറച്ചു നേരം, പിന്നെ ഇല്ല. ഒന്നും ഒരിക്കലും അതായത് ബദ്ധത വരുന്നില്ല അവർക്ക്. അപ്പോൾ അതേപോലെ വായു ഇപ്പോൾ എവിടെയൊക്കെ പോയാലും വായുവിൻ്റേതായിട്ടുള്ളതായിട്ട് ആ ഗുണങ്ങളൊന്നും വായു എടുക്കില്ല, ആകാശമില്ല. അതുപോലെയാണ് ശരിക്ക് ആത്മസാക്ഷാത്കാരം ലഭിച്ച് വിരക്തി വന്ന ജ്ഞാനി അതായത് ജീവൻ മുക്തനാട്ടോ പറയണത്, ഈശ്വരനായിട്ട് തന്നെ ആ ശരീരത്തിൽ ഇരിക്കുകയാണ്. എന്നിട്ട് ശരീരധർമ്മങ്ങളൊക്കെ അനുഭവിച്ചാലും അനുഭവിക്കണില്ല, ശരീരത്തിലിരിക്കണില്ല, ശരീരത്തിനെ നോക്കി കാണണേ ഉള്ളൂ. ശരീരം അനുഭവിക്കുമ്പോഴും ഇത് ഞാനല്ല അനുഭവിക്കണ, ഇത് ഞാനല്ല ചെയ്യണ. അതായത് ഈ ജീവന് ജ്ഞാനിയായി കഴിഞ്ഞാൽ പിന്നെ ആത്മസാക്ഷാത്കാരം കിട്ടി, അതായത് ഞാൻ ആത്മാവാണെന്ന് അങ്ങോട്ട് ദൃഢമായിട്ടുള്ള ബോധം അനുഭവം ഉണ്ടായാൽ പിന്നെ ശരീരത്തിൻ്റെ ധർമ്മങ്ങളൊന്നും ബാധിക്കില്ല. ഞാൻ ആ ശരീരം ചെയ്യണത് ഞാനാണ് ചെയ്യണമെന്നുള്ള വിചാരമില്ല, കാരണം ശരീരാഭിമാനമില്ല. ഞാൻ ശരീരമെന്ന് വിചാരിക്കില്ല, അപ്പോൾ ശരീരം ചെയ്യണതൊക്കെ ചെയ്യണു. അപ്പോൾ കർത്തൃത്വമില്ല, ഭോക്തൃത്വമില്ല, ശരീരം അനുഭവിക്കണമെന്ന് അനുഭവിക്കണമില്ല. അങ്ങനെ നിസ്സംഗനായിട്ട്, അസംസക്തനായിട്ട്, സക്രിയില്ലാത്തവനായിട്ട്, ബദ്ധനായിട്ട്, ഒരിക്കലും ബദ്ധനാവണില്ല ജ്ഞാനി, എപ്പോഴും മുക്തനായിട്ട് തന്നെ ഇരിക്കുന്നു. അതാണ് ഇതിൽ പറഞ്ഞത് കേട്ടോ, ഈ രണ്ടെണ്ണത്തിൽ. ഏവം വിരക്ത ശയന ആസനാടന മജ്ജനെ ദർശന സ്പർശന ഘ്രാണ ഭോജന ശ്രവണാദിഷു ന തഥാ ബധ്യതേ വിദ്വാൻ തത്ര തത്രാദയൻ ഗുണാൻ പ്രകൃതിസ്ഥോഭ്യസംസക്തോ യഥാഖം സവിതാനിലഹ. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, ഈശ്വരൻ നടുക്ക് ജീവൻ, പിന്നെ വലത്ത് ഭാഗത്ത് പ്രപഞ്ചം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ ഇപ്പം ജ്ഞാനി എന്താ ചെയ്ത, ഈ ജീവാത്മാവ് ഈശ്വരനോട് അങ്ങോട്ട് അടുത്തേക്ക് നീങ്ങി, ഈശ്വരൻ്റെ അടുത്തേക്ക് നീങ്ങിയിട്ട് ഈശ്വരൻ തന്നെ ആയി. അതാണ് ഉണ്ടായതേ. അപ്പോൾ പിന്നെ ഈ പ്രപഞ്ചമൊക്കെ മിഥ്യാന്ന് മനസ്സിലായി. നേരെ തിരിച്ച് ജീവാത്മാവ്, ഈ ജീവൻ പ്രപഞ്ചത്തിൻ്റെ സൈഡിലേക്കാണ് നീങ്ങണച്ചാലോ ആത്മവിസ്മൃതി, ആത്മാവാണെന്ന് മറന്നു. എല്ലാം ഈ ലോകത്തിലുള്ളതൊക്കെ യഥാർത്ഥമാണെന്ന് തോന്നും, ഞാൻ ശരീരമാണെന്ന് തോന്നും, ശരീരം അനുഭവിക്കണതൊക്കെ അനുഭവിക്കുകയും ചെയ്യും. അപ്പോൾ ഈ മധ്യത്തിൽ നിൽക്കുന്ന ജീവൻ എങ്ങോട്ട് തിരിയുന്നു എന്നാണ്. അതാണിപ്പോൾ ഇതിൽ. അപ്പോൾ ഈശ്വരൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് മാറി നിന്നാൽ, ഈശ്വരനോട് ചേർന്നാൽ പിന്നെ ഒന്നും ബാധിക്കില്ല, എന്നും നിത്യമുക്തൻ. അതെ. പിന്നെ ഒന്നും കൂടി പറ്റുമോ നോക്കാം. വൈശാരദ്യക്ഷയാസംഗശിതയാ ഛിന്ന സംശയ പ്രതിബുദ്ധ ഇവ സ്വപ്നാനാത്വാദ്വിനിവർത്തതേ. എന്താ അത്? അസംഗശീതയാ, അതായത് വൈരാഗ്യത്താൽ വളരെ അസംഗശിതയാ, അതായത് വൈരാഗ്യം കൊണ്ട് തീക്ഷ്ണമായ, വൈശാരദ്യ ഈക്ഷയ, സൂക്ഷ്മമായിട്ടുള്ള അറിവ്, അതായത് സമർത്ഥമായിട്ടുള്ളൊരു കഴിവ്, ഛിന്ന സംശയ, സംശയങ്ങളേയില്ല, എല്ലാ സംശയങ്ങളും നീക്കപ്പെട്ടവൻ, സംശയരഹിതനായിട്ട്, സ്വപ്നാത്, സ്വപ്നത്തിൽ നിന്നും പ്രതിബുദ്ധ, ഉണർന്നവൻ എന്ന പോലെ, നാനാത്വത്വാത്, ഈ ദേഹാദി നാനാത്വത്തിൽ നിന്നും വിനിവർത്തതേ, നിവൃത്തിയെ പ്രാപിക്കുന്നു. അതായത് ഈ ജ്ഞാനി എന്താ പറഞ്ഞാൽ തീക്ഷ്ണമായ വൈരാഗ്യമുണ്ട്, അത് കാരണം സമർത്ഥമായിട്ടുള്ള ബുദ്ധിയുണ്ട്. അതായത് തീക്ഷ്ണമായ വൈരാഗ്യവും വളരെ സമർത്ഥമായ ബുദ്ധിയും ആകുന്ന വാളിനാൽ എല്ലാ സംശയങ്ങളെയും വെട്ടിമാറ്റും. അതായത് സംശയരഹിതനായിത്തീരും. എങ്ങനെയുള്ള ഒരു ജ്ഞാനി? തീക്ഷ്ണമായിട്ടുള്ള വൈരാഗ്യവും നിശിതമായിട്ടുള്ള ബുദ്ധിയും ഉള്ള ഒരു ജ്ഞാനിക്ക് ഒരു സംശയങ്ങളും ഇല്ല. ഞാൻ ആത്മാവാണെന്ന് ഉറപ്പാണ്, അതിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. സംശയരഹിതനായിട്ട്, അതായത് എല്ലാ സംശയങ്ങളെയും നീക്കി സ്വപ്നത്തിൽ നിന്നുണർന്നാൽ എത്ര ഉറപ്പുണ്ട് നമുക്ക് ആ സ്വപ്നത്തിൽ ഉണ്ടായത് ശരിയല്ല എന്ന്. അതുപോലെ
ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നിട്ട് ഞാൻ ആ സ്വപ്നത്തെ കണ്ടതൊന്നും ശരിയല്ല എന്ന് എങ്ങനെ തോന്നുന്നു, അതുപോലെ തോന്നും. എന്താ കാരണം വെച്ചാൽ സംശയമില്ല, തീക്ഷ്ണമായിട്ടുള്ള വൈരാഗ്യവും സൂക്ഷ്മമായ ബുദ്ധിയുള്ള ഒരു ജ്ഞാനിക്ക്, അതായത് ആ ആത്മാവാണെന്നങ്ങോട്ട് നല്ല അനുഭവമുള്ള ജ്ഞാനിക്ക് ശരിക്കും ഈ പ്രപഞ്ചം, ഈ ദേഹേന്ദ്രിയങ്ങൾ അനുഭവിക്കുന്നതും വെറും സ്വപ്നം പോലെ കാണാൻ സാധിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതുതന്നെയാണ് ആ മൂന്ന് ജീവൻ നടുക്കാണ്, പ്രപഞ്ചം വലത്ത്, ഇടത്ത് ഈശ്വരൻ്റെ അടുത്തേക്ക് നീങ്ങി ഈശ്വരനായി. അപ്പം ഇത് മുഴുവൻ സ്വപ്നമാണെന്ന് തോന്നില്ല. നമുക്ക് സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ നമുക്ക് ഒരിക്കലും സംശയം പഴുതുമില്ലല്ലോ. സംശയരഹിതം നമ്മൾ നല്ലോണം അങ്ങോട്ട് ഉണർന്നാൽ പിന്നെ അത് സ്വപ്നമായിരുന്നു നമുക്ക് ഉറപ്പായി. എത്ര നല്ലതാണെങ്കിലും സ്വപ്നം, എത്ര ചീത്തയാണെങ്കിലും അത് നമുക്ക് ഒന്നും പേടിക്കാൻ, വെറും സ്വപ്നമായിരുന്നു. അതുപോലെയാണ് ജ്ഞാനിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ 13 വായിച്ച് നിർത്താം. ഞാൻ 11ഉം 12ഉം 13 മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ അതിനെപ്പറ്റി കുറച്ച് പറഞ്ഞാലേ നമ്മൾ ഈ പറയണതിനൊരു ഇതുണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പം 3 ശ്ലോകമേ നമുക്കിന്ന് പറ്റിയുള്ളൂ. വൈശാരദ്യക്ഷയാസംഗശിതയാ ഛിന്ന സംശയ പ്രതിബുദ്ധ ഇവ സ്വപ്നാൻ നാനാത്വാദ് വിനിവർത്തതേ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വ.